എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പരിപ്പ് കറിയുമായിരുന്നു കേട്ടോ. അതൊക്കെ വേഗം കഴിച്ചു. അതിന് ശേഷം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന കഴുകി വെച്ചു. പിന്നെ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോ സെക്ഷനായിട്ട് അലക്കി മോളിൽ കൊണ്ടുവന്ന് വിരിച്ച് മുകളിലെ അഴകൾ കംപ്ലീറ്റ് നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ വാഷിങ് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. തുണി വിരിച്ച് ഇട്ടേക്കണതേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് കറി വെക്കാനായിട്ട് നല്ല ബീഫാണ് കിട്ടിയിരിക്കുന്നത്. നല്ല അതൊക്കെ ചേട്ടനാണ് ഒന്ന് കട്ട് ചെയ്ത് സഹായിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മുഴുവൻ പീസായിട്ടാണ് മേടിച്ചേക്കണത്, നുറുക്കിയിട്ടല്ല മേടിച്ചേക്കണത്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണതാണ് നമുക്കിഷ്ടം കേട്ടോ. അപ്പോൾ ചേട്ടനാണ് അതൊന്ന് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ കത്തിക്ക് ഒട്ടും തന്നെ മൂർച്ചയില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഈ കത്തി അങ്ങ് എടുത്തു കൊടുത്ത്. അപ്പോൾ സന്തോഷം കേട്ടോ ചേട്ടന്. നല്ല അടിപൊളി മൂർച്ചയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഹാപ്പി. അപ്പോൾ നമ്മളിത് വേഗം തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കറിയാക്കി കേട്ടോ. ഇതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഉരുളക്കിഴങ്ങിട്ട് നല്ല കറി വെച്ചു. ബീഫ് ഫ്രൈയും ആക്കിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വേഗം തന്നെ ഊണൊക്കെ കഴിച്ചിട്ടാ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേട്ടനും കൊടുത്തു, ആദിക്കുട്ടനും കൊടുത്തു കേട്ടോ. അപ്പോൾ ആദിക്കുട്ടൻ തന്നെയാണ് വിളമ്പെടുക്കണത്. ഗ്രേവിയാണ് അവൻ കൂടുതലായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇട്ടൊക്കെ തന്നെ വാരി കഴിക്കാണ്. സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത പൈനാപ്പിൾ ഒന്ന് വെയിറ്റ് കൂടിയിട്ട് വീണിട്ടുണ്ടായിട്ടാ. അപ്പം അതിനൊരു താങ്ങ് കൊടുക്കാനായിട്ട് ചേട്ടൻ ഒരു കപ്പത്തണ്ടൊക്കെ എടുത്തിട്ട് താങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതോടെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ പൈനാപ്പിളൊക്കെ മറ്റു മരങ്ങളൊക്കെ ഒന്ന് വലുതായി വന്നിട്ട് വേണം ഉണ്ടാവാനായിട്ട്. 2 കിലോന് മുകളിലുണ്ട് വെയിറ്റ്. അതാണ് കേട്ടോ ഒടിഞ്ഞ് വീഴുന്നത് ഇങ്ങനെ. മുള്ള് കാരണേ നമുക്ക് ഒരു രീതിക്കും അതിൻ്റെ അടുത്തോട്ട് അടുക്കാനായിട്ട് പറ്റണില്ല. അവസാനം താങ്ങൊക്കെ കൊടുത്ത് പുതിയ ഇത് മുള പൊട്ടി വരണ കണ്ടോ പൈനാപ്പിളിൻ്റെ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് നമ്മളവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ലെമൺ ട്രീയിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വേഗം പൊട്ടിച്ചെടുത്ത് അതൊരു ലൈം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഞാൻ അതൊക്കെ കുടിച്ചു. അതിനുശേഷം മുകളിൽ നിന്ന് തുണികളൊക്കെ ഞാൻ മടക്കിയാണ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് കട്ടിലുമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അത് മോര് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ തലേന്ന് ദിവസം ഞാൻ അരി തിളപ്പിച്ച് വെക്കും. ഇത് ജയ അരിയാണ്, വേവ് ഒരുപാടുണ്ട്. അപ്പോൾ അരിയും ഒന്ന് കഴുകിയിടുന്നുണ്ട്. അരി കഴുകിയിട്ടിട്ടുണ്ട്. നമ്മുടെ മോര് കറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വെച്ചേക്കണത് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുടിക്കാനായിട്ട് ഇഞ്ചി വെള്ളവും കൂടി തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പൊൻകതിറിൻ്റെ പുട്ടുപൊടി ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. തിങ്കളാഴ്ച മോർണിംഗ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടന് രാവിലെ പണിക്ക് പോകണം. അപ്പോൾ അന്നേരം കിടന്ന് വെപ്രാളം പിടിക്കണ്ടല്ലോ. അത് കാരണം ഞാൻ തലേന്ന് ദിവസം പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടിയിൽ കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഞാൻ ചീനച്ചട്ടിയിലാണ് കേട്ടോ ചെയ്യണത്. ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പീര, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനങ്ങനെ പുട്ടിന് ഇടപ്പീര ഇട്ട് കൊടുക്കാറില്ല. പീര ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി പൊൻകതിറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് കുതിരട്ടെ. കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ നേരം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, തേങ്ങ. ഇതിന് വെള്ളം ചേർത്തല്ല ഞാൻ അരയ്ക്കണത്, തൈര് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ഉണ്ടല്ലോ, ഞായറാഴ്ച ദിവസം ഒരു ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല പണിയായിരിക്കുമല്ലോ കേട്ടോ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്തിരി മടിയുണ്ടാവും. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്യാവുന്ന വർക്കൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. മോരുകറി ഒന്നും ചീത്താവില്ലല്ലോ. അപ്പോൾ മോരുകറി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. തിള വരുന്നുണ്ട്. അന്നേരം കൊണ്ട് നമ്മുടെ അരി തിളച്ചിട്ടാ. അത് നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാനുണ്ട്. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മോരുകറി തിളച്ച് വരുന്നുണ്ട് ഏകദേശം. നല്ല കുറുകിയ കറിയാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി വെള്ളം തിളച്ചിട്ടുണ്ട്. വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മോര് കാച്ചിയത് താളിക്കാനുള്ള ഇത് റെഡിയാക്കി എടുക്കണ്ട കേട്ടോ. ഉള്ളി, നമ്മുടെ കറിവേപ്പില, ഉണക്കമുളക്, താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൻ്റെ പൊടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്താ നല്ലോണം ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മൂടി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ പാത്രങ്ങൾ കുറച്ചും കൂടി ആയിട്ടുണ്ട്. അതും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. സിങ്കൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂമിലോട്ട് പോകാം. മടക്കി വെച്ചേക്കുന്ന തുണികളൊക്കെ ഇനി അതാത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കണം. അതൊക്കെ എടുത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകല്ലേ.